കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. ഗതാഗതക്കുരുക്ക് രൂക്ഷം. ശ്രീശങ്കരപാലം ബഹിഷ്കരണവുമായി സ്വകാര്യ ബസ് ഉടമകൾ. അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് ദിവസങ്ങളായി തുടരുമ്പോഴും പരിഹാരമാർഗങ്ങളില്ലാത്തതിനാൽ ശനിയാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് കാലടി ശ്രീശങ്കരപാലത്തിലൂടെയുള്ള ബസ്സുകൾ സർവീസ് നിർത്തിവെക്കും. രാവിലെ 10-ന് പാലത്തിന്റെ കാലടി ഭാഗത്ത് ബസ് ഉടമകളും ജീവനക്കാരും ചേർന്ന അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കും. MC റോഡ് വഴി പെരുമ്പാവൂർ, അങ്കമാലി ഭാഗങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലേക്കായി 80-ൽ പരം ബസ്സുകൾ 5 മിനിറ്റ് പോലും ഇടവേളയില്ലാതെയാണ് 400-ലധികം ട്രിപ്പുകൾ നടത്തിവരുന്നത്. എന്നാൽ കാലടി ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടി അശാസ്ത്രീയമായി നടത്തുന്ന നിർമ്മാണവും പാലത്തിന്റെ ശോചനീയാവസ്ഥയും മൂലമുണ്ടാകുന്ന ഗതാഗത സ്തംഭനവും ബസ് സർവീസുകളുടെ താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അധികാരികളുടെ അവഗണനയ്ക്കെതിരെ മെയ് 15-ന് സൂചനയായി ഒരു ദിവസം കാലടിയിൽ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, കാലടിയിലെ വർഷങ്ങളായി അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഈ പ്രദേശവാസികൾ മാത്രമല്ല, ഇതിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് വരുന്ന യാത്രക്കാർ ഇവിടെ നരകിക്കുകയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഈ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഏകദേശം 4.5 ഏക്കറോളം സ്ഥലം അങ്ങ് തെക്കുവശത്ത് കനാലിനോട് ചേർന്നുള്ള ഭാഗം മുതൽ ഈ അറ്റം വരെയുള്ള ഇത്രയും കണ്ണായ സ്ഥലം ഉണ്ടായിട്ട് പോലും നിലവിൽ 28 വർഷമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്വകാര്യ ബസ്സുകളുടെ സ്റ്റാൻഡ് അടച്ചുപൂട്ടി നിർദാക്ഷിണ്യമെന്ന് വേണം പറയാൻ 120ഓളം ബസ്സുകളെ പുറത്താക്കിയിട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കുക, 120 ബസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെറിയ എമൗണ്ട്, ചെറിയ ഒരു എണ്ണമായിട്ട് ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. ഈ 120 ബസ്സുകളെയെല്ലാം ദ്രോഹിച്ചത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ, ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളെ, നിത്യവൃത്തിക്ക് ജോലിയെടുക്കാൻ പോകുന്ന ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ, ഇവരെയൊക്കെയാണ് പെരുവഴിയിലാക്കി കാലടിയിലെ ഈ സ്ഥിതിവിശേഷം മനസ്സിലാക്കുന്ന അധികാരികൾ റോട്ടിലേക്ക് തള്ളിവിട്ടത്. എന്താണ് സംഭവിച്ചത്? ഈ 120 ബസ്സുകൾ എന്ന് പറയുമ്പോൾ ഇത് ലോങ് ട്രിപ്പ് നടത്തുന്ന ബസ്സുകളല്ല. ഇക്കൊല്ലം മഴക്കാലം നേരത്തെ തന്നെ എത്തുമെന്ന് സൂചനകളുണ്ടായിട്ടും യാതൊരുവിധ മുന്നൊരുക്കങ്ങളും നടത്താതെ പേരിന് ട്രാഫിക് കമ്മിറ്റി വിളിച്ചു ചേർത്ത് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയതൊഴിച്ച് മറ്റ് നടപടികളൊന്നും ഉണ്ടാകാത്തതുകൊണ്ടാണ് കാര്യങ്ങൾ ഈ രീതിയിൽ വഷളായതെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി കാലടി മേഖലാ പ്രസിഡന്റ് AP ജിബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംയുക്ത യോഗത്തിൽ അസോസിയേഷൻ സെക്രട്ടറി BO ഡേവിസ്, ജിജോ ജോണി, നെവീൻ ജോൺ, ജെർമിയാസ് വിക്ടർ, KP പോളി, സുധീഷ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.